സെപ്റ്റംബർ 17 വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ. വേൾഡ് വൈഡുള്ള എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും, അതായത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഒന്നുകൂടെ പേഷ്യൻ്റ് സേഫ്റ്റിയെ പറ്റി, ഒരു രോഗിയുടെ സേഫ്റ്റിയെ പറ്റി ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനൊരു ദിവസം WHO മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു രോഗത്തെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിൽ തുടങ്ങി കൃത്യമായ ഡോസേജിൽ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് നൽകുന്നത് ഉൾപ്പെടെ നമ്മൾ ഈ ഡയഗ്നോസിസ് സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന റീയൂസ് ചെയ്യരുതാത്ത മെറ്റീരിയൽസ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതുൾപ്പെടെ ഒരു പ്രോപ്പർ ഹൈജീനിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ഒരു പേഷ്യൻറ്റിന്, അത് ക്ലിനിക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, പ്രൊവൈഡ് ചെയ്യുന്നതും ഇതെല്ലാം തന്നെ പേഷ്യൻ്റ് സേഫ്റ്റിയിൽ വരുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സേഫ് കെയർ ഫോർ എവരി ന്യൂ ബോൺ ആൻഡ് എവരി ചൈൽഡ് എന്നതാണ്. അതായത് ഒരു ന്യൂ ബോൺ, നവജാത ശിശു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ കെയറിലൊക്കെ വരുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഒരു വ്യക്തി അയാളുടെ ഫ്യൂച്ചറിലും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കേണ്ടി വരും എന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു തീമിൻ്റെ പ്രാധാന്യം. അതായത് പേഷ്യൻ്റ് സേഫ്റ്റി സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ്. അതായത് നവജാത ശിശുക്കൾ, അതുപോലെ കുഞ്ഞുങ്ങൾ, ഇവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെയറിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നതാണ് WHO ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഈ വർഷം നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ജോബിനപ്പുറത്തായി മനുഷ്യത്വം, ഹ്യൂമാനിറ്റിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവൻ്റെ മൂല്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന എല്ലാവരും സ്വാഭാവികമായിട്ട് തന്നെ പേഷ്യൻ്റ് സേഫ്റ്റി ശ്രദ്ധിക്കുന്നു എന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. എനിവേ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലായാലും പേഷ്യൻ്റ് സേഫ്റ്റിയിലെല്ലാം നമ്മൾ വളരെ മുന്നിൽ തന്നെയാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം.